ഒളിച്ചിരിക്കുകയാണ്, നമ്മൾ പേടിച്ചിരിക്കുകയാണ് എന്നുള്ള രീതിക്കൊക്കെയാണ് എല്ലാവരും പറയണത്. ഇപ്പൊ ഇന്നലെ ഈ KVN ആയിട്ട് ഉണ്ടായ സിറ്റുവേഷന്റെ പേരിൽ പോലും വൈ ലൈറ്റ് വൈ ഷോർട്ട്. ഞാൻ ഒന്നാമത് എനിക്ക് പുറത്തു പോകാനുണ്ട് ഇന്ന് രാത്രി. നമ്മൾ മറ്റേ സെൽവരാജ് ഇല്ലേ, പുണ്ട പണിയൊക്കെ കഴിഞ്ഞാണ്ട് നാട്ടിലേക്ക് തിരിച്ചു വരികയാണ്. വലിയ ലോങ് ലീവ് ഒക്കെ എടുത്ത് വരികയാണെന്നൊക്കെ പറയുന്നുണ്ട്. എന്താ അറിയില്ല. അപ്പൊ അവനെ കൊണ്ടുവരാൻ പോണം, അഥവാ വിളിക്കാൻ പോണം, കൂട്ടാൻ പോണം. മനസ്സിലായ? കൊണ്ടുവരാൻ പറഞ്ഞാൽ എന്താന്ന് അറിയില്ല എന്നുണ്ടേ പറഞ്ഞത്. മാവേലിയോ? എടാ ഞാൻ ഡെയിലി വരുന്നൊരു സ്ട്രീമറാണ്, വെറുതെ നിങ്ങൾ അങ്ങനെ പറയല്ലേ. നാളെ തൊട്ട് എന്തായാലും പ്രോപ്പറായിട്ട് സ്ട്രീം ചെയ്യും. നാളെ ഞാൻ മിക്കവാറും കിക്കിലായിരിക്കും. നാളെ തൊട്ട് മിക്കവാറും കിക്കിലായിരിക്കും സ്ട്രീം ചെയ്യാം. അപ്പം കിക്കിന്റെ ലിങ്ക് ഞാൻ ഇവിടെ തരണ്ട് ഗൈസ്. നിങ്ങള് ഫോളോ ചെയ്യാത്തവരൊക്കെ അതിൽ ഫോളോ ചെയ്യും. ഓക്കെ. ജി എച്ച് പറഞ്ഞ നാളെ കൺസൈൻമെന്റ് ആണ്. മറ്റന്നാളാണ് നമ്മള് GH റിവീൽ ചെയ്യാൻ പ്ലാൻ ചെയ്തത്. പക്ഷെ ഇതേവരെ നമ്മൾ ആരെയും ഇൻവൈറ്റ് ചെയ്തിട്ടില്ല. ഇൻവൈറ്റ് ചെയ്യാൻ ഇന്ന് പറ്റൂല. കാരണം അത് നമ്മള് സാധാ പോലെ ഒരു ഇൻവിറ്റേഷൻ അല്ല, സാധാ പോലെ ഇൻവൈറ്റ് ചെയ്യാനല്ല നമ്മൾ കരുതുന്നത്. അത് ഒരു RP പോലെ തന്നെ എല്ലാരും പോയിട്ട് വിളിക്കാനാണ് കരുതിയത്. അപ്പൊ കേറിയിട്ട് വെറുതെ തൊള്ളോണ്ട് ഇങ്ങനെ വരാൻ പറഞ്ഞിട്ട് മാത്രം കാര്യമില്ല. അതൊരു ഫോട്ടോ, അത് ഒരു പോസ്റ്ററൊക്കെ ചെയ്യിപ്പിക്കാനൊക്കെ ഉണ്ട്. അപ്പൊ അതൊന്ന് കേറിയിട്ടൊന്നുമില്ല. മിക്കവാറും നമ്മൾ ആ ഇൻവൈറ്റ് ചെയ്യണത് വ്യാഴാഴ്ച ഇൻവൈറ്റ് ചെയ്തിട്ട് വെള്ളി അല്ലെങ്കിൽ ശനി, മാക്സിമം പോയാൽ വെള്ളി അല്ലെങ്കിൽ ശനി നമുക്ക് GH നമ്മൾ സിറ്റിയിൽ കൊണ്ടുവരും. പിന്നെ മുതുക്കിലൊരു TV ഒക്കെ വെപ്പിക്കണം. അത് പറഞ്ഞിരിക്കണം ഓൾറെഡി. സെർവർ സൈഡിൽ സംസാരിച്ചതാണ്. ഒരു TV വെച്ചുകൊണ്ട് അതിൽ ഇൻവൈറ്റ് ചെയ്യുന്ന പോലെ പബ്ലിക്കിൽ എല്ലാവർക്കും ഇൻവൈറ്റ് ചെയ്യാൻ പറ്റുന്ന പോലെ ചെയ്യണം. TJ സിറ്റ് ഡ്രോപ്പ്ഡ്. ആര്? ഈ ഗ്യാങ്ങിന്റെ കോ ലീഡറാണ് ഞാൻ അറിഞ്ഞിട്ടില്ല സിറ്റുവേഷൻ ഡ്രോപ്പ് ചെയ്തത്. ആരാ പിന്നെ സിറ്റുവേഷൻ ഡ്രോപ്പ് ആക്കി? ഞാനൊരു കാര്യം പറഞ്ഞുതരാം. ഇതെനിക്ക് എപ്പോഴും പറഞ്ഞു തരുന്നൊരു സംഭവമാണ്. എന്നാൽ കൂടി ഞാൻ പറഞ്ഞുതരാം. നിങ്ങള് MRC ഓഡിയൻസ് അല്ലെങ്കിൽ ഫാൻസ് ആണെന്ന് പറഞ്ഞ് നടക്കുന്ന നമ്മളെ ഗ്രൂപ്പിലൊക്കെ 6,500 മെമ്പേഴ്സോളം ഉണ്ട്. ഒരു സിറ്റുവേഷൻ വരുമ്പോ അത് നമ്മളെ സൈഡ് എന്താ എന്നൊന്നും അറിയാതെ, അല്ലെങ്കിൽ നമ്മളെ സൈഡ് പ്രോപ്പർ ആയിട്ട് എന്താന്ന് കേൾക്കാതെ നിങ്ങൾ ഈ ഗ്രൂപ്പിൽ കടന്ന് ഈ അലമ്പാക്കണ പരിപാടി ഉണ്ടല്ലോ, അത് ആദ്യം നിർത്തണം. മനസ്സിലായോ? നമ്മൾ ഡ്രോപ്പ് ആക്കിയതാണ്, അല്ലെങ്കിൽ നമ്മൾ എന്തുകൊണ്ട് കയറിയില്ല, അല്ലെങ്കിൽ നമ്മൾ കയറാത്തതിന് നമ്മളതായ റീസൺ ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾ പേടിച്ച് ഓടുകയാണെന്നുള്ളത് ബാക്കിയുള്ളവർ പറയുന്നത് കേട്ട് കണ്ട് നിങ്ങൾ ഡിസപ്പോയിന്റഡ് ആവാൻ നിൽക്കേണ്ട ഒരു ആവശ്യം സത്യം പറഞ്ഞാൽ ഞങ്ങൾക്കില്ല. ഞങ്ങളെ സ്റ്റാൻഡ് എന്താ, അല്ലെങ്കിൽ ഞങ്ങൾ കയറാത്തതിന്റെ റീസൺ എന്താന്നുള്ളത് നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞിക്കണോ? വേറുള്ളവരെ ലൈവിൽ പോയാണ്ട് ഞങ്ങൾ കുറെ ആൾക്കാർ VC-യിൽ ഇരിക്കുന്നുണ്ട് എന്ന് കരുതിങ്ങാണ്ട് ഞങ്ങളെ പേടിച്ച് VC-യിൽ ഇരിക്കുകയാണ് എന്നുള്ളത് നിങ്ങളടുത്ത് ആരെയും പറഞ്ഞോ നമ്മളെ ഇടയില്? ഇന്നലെ ഗ്രൂപ്പിലൊക്കെ ഭയങ്കര അലമ്പായിരുന്നല്ലോ. ഇന്നലെ റക്കനും അതേമാതിരി സൈഫർ വിലക്ക് എനിക്ക് മെസ്സേജ് അയച്ചാണ്ട് പറഞ്ഞത് ഗ്രൂപ്പ് കൺട്രോൾ ചെയ്യാൻ കഴിയണില്ല, ഗ്രൂപ്പിൽ ഭയങ്കര നെഗാണ് എന്നുള്ളത്. ആദ്യം അവനാന്റെ സ്വന്തം ഗാങ്ങിനോട് ഒരു റെസ്പെക്ട് വേണം. അത് നമ്മളിപ്പോ പറഞ്ഞതാണ്. ഒരു ബ്രേക്ക് കഴിഞ്ഞുകൊണ്ട് വന്നതാണ്. കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് എല്ലാവരും സിറ്റിയിലൊന്നും കയറാതെ അത് കഴിഞ്ഞപ്പോ ഒരു റിക്രൂട്ട്മെന്റ് ഒക്കെ എടുത്ത് നമ്മള് പ്രാക്ടീസും കാര്യങ്ങളൊക്കെ പ്രോപ്പർ ആക്കി നമ്മള് എല്ലാം ഒന്ന് റെഡി ആക്കിയിട്ട് മര്യാദക്ക് പ്രോപ്പറായിട്ട് തുടങ്ങാന്ന് കരുതി നമ്മള് ഒന്ന് റീസ്റ്റാർട്ട് ചെയ്തതാണ്. ഒരു കംബാക്ക് പോലെ ഒരു റീസ്റ്റാർട്ട് ചെയ്തതാണ്. റീസെറ്റ് ചെയ്ത് എല്ലാം ഒന്ന് പ്രോപ്പറായി റെഡി ആക്കിയാണ്ട് കയറുന്നതാണ്. അപ്പോത്തിന് ഈ പറഞ്ഞ പോലെ അത് ചെയ്തില്ല ഇത് ചെയ്തില്ല എന്ന് പറഞ്ഞാണ്ട് ഈ പരാതികൾ മാത്രം പറയണ എന്തിനാ? നമ്മൾ ഡിസപ്പോയിന്റ്. എടാ ഡിസപ്പോയിന്റ് ആവാ എന്ത് നീ ഡിസപ്പോയിന്റ് ആവാൻ ഞങ്ങൾ എന്താ ഇന്നലെ ഇല്ലാത്ത എല്ലാരും പാടെ പിടിച്ചുകാണ്ട് ഞങ്ങൾ പോയാണ്ട് അവിടെ ഇങ്ങനെ കയറ്റി നിർത്തിയാൽ മതിയോ? അതാണ് നമ്മൾ ചെയ്യേണ്ടിയിരുന്നത്. നാളെ റീസ്റ്റാർട്ട്. എന്ത് മനസ്സിലായില്ല? നാളെ റീസ്റ്റാർട്ടോ? ഞാനൊരു കാര്യം പറഞ്ഞുതരാം. ഇനി നിങ്ങൾ എത്രത്തോളം വിശ്വസിക്കും എനിക്കറിയില്ല. എനിക്കറിയാം ഇത് വിശ്വസിക്കാൻ ഏത് ബുദ്ധിയുള്ള ഏത് പൊട്ടൻ വിശ്വസിക്കും, അത് വേറെ കാര്യം. ഇന്നലെ ഇപ്പൊ ഇവര് കമ്മിറ്റ് ചെയ്ത് ബിലാലിനെ കൊടുത്തില്ല എന്നുള്ള ഒരു പരാതി KVN സൈഡിൽ നിന്ന് അങ്ങനെ ഒരു സംഭവം പറഞ്ഞിരുന്നു. അത് നമ്മൾ സെർവർ സൈഡിന് അത് പ്രോപ്പർ ആയിട്ട് ക്ലിയർ ഔട്ട് ചെയ്ത് കൊടുത്തതുമാണ്. സെർവർ സൈഡിന് അത് മനസ്സിലായതുമാണ്. അതുകൊണ്ടാണ് ആക്ഷൻ ഇല്ലാഞ്ഞത്. മനസ്സിലായില്ലേ?
അല്ലാന്നുണ്ടെങ്കിൽ എന്തായാലും ആക്ഷൻസ് വരും. നിങ്ങൾക്ക് അറിയാലോ. അത് കാരണം എക്സലാൻഡിസിൽ അങ്ങനെ FRP അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം വന്നു കഴിഞ്ഞാൽ ആരുടെ സൈഡ് നിൽക്കൊന്നുമില്ല, പ്രോപ്പറായിട്ട് ആ സാധനം വരലുണ്ട്. ഇനി ഞാൻ ഒരു കാര്യം കാണിച്ചു തരാം, ഒരു മിനിറ്റ് ഇടാം. ഇതാ, ഇത് ഇന്നലത്തെ മെസ്സേജാ, കാണണ്ടോ? ഒരു മിനിറ്റ്. ആ, ഇത് ഇന്നലത്തെ മെസ്സേജാ, ഗ്രൂപ്പത്തെ. ഇത് ഞങ്ങളെ ഗ്രൂപ്പത്തെ മെസ്സേജാണ് ഇന്നലെ. 9 മണിക്ക് പ്രാക്ടീസ് പപ്പടം. ഇവരൊക്കെ കയറിയതിന് ശേഷം നമ്മളിപ്പോ പ്രാക്ടീസ് പ്രോപ്പർ ആയാണ്ട് ചെയ്യണുണ്ട്. ഈ സാധാരണ നമ്മൾ പ്രാക്ടീസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു 15-16 ആൾക്കാരൊക്കെ പ്രാക്ടീസിന് വരലുള്ളൂ. പക്ഷെ ഇന്നലെ ഞാൻ ലൈവ് ഇടേണ്ടതാണ്. ഞാൻ ഇന്നലെ ലൈവ് ഇടണം എന്ന് കരുതിങ്ങാണ്ട് വന്ന ഒരാളാണ്. പക്ഷെ ഗ്രൂപ്പിൽ 8 മണിക്ക് ഇതാക്കണത്, സമയം കാണിച്ചുതരാം. 8 മണി കാണൂല, ഞാൻ ഇവിടെ ഇരിക്കണോണ്ട് പുറത്തിരട്ടെ. ഇതാ 8 ഇത് ഗ്രൂപ്പത്തെ സമയ. 10 മണിക്ക് പ്രാക്ടീസിന് 8 മണിക്ക് ഇത്ര പേര് വോട്ട് ചെയ്തിന്. ഈ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാല് എന്തേനു ഇവന്റ് നടക്കണ അന്നത്തെ സിറ്റുവേഷൻ ക്യാരി ഫോർവേഡ് ചെയ്തതാ. ആ ക്യാരി ഫോർവേഡ് ചെയ്തതിനു ശേഷം 2 ദിവസം സിറ്റ് ഡൗണാ. അപ്പൊ നമ്മൾ കഴിഞ്ഞ 2 ദിവസമായിട്ട് എന്നും ഈ പറഞ്ഞ പോലെ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ബിസിയാ. ഈ പറഞ്ഞ പോലെ ദിഗോഡ് ഉണ്ട്, അപ്പോഴും ഇവരൊക്കെ പ്രാക്ടീസ് ടൈം കിട്ടാണ്ട് 8 ഇത്ര ആൾക്കാർ വോട്ട് ചെയ്ത് കണ്ടപ്പം ഞാൻ എന്നാ ലൈവ് ചെയ്യണില്ല, പ്രാക്ടീസിന് പോകാൻ കരുതിയാണ്ട് ഞാനും പ്രാക്ടീസിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇതാ 8:55 ഇതാ ബിലാല് ഞാൻ വീട്ടിലില്ല എന്ന് പറഞ്ഞാണ്ട് ഗ്രൂപ്പിലിട്ട മെസ്സേജാണിത്. ഇത് കാണുന്നുണ്ടല്ലോ. ബിലാൽ ഇന്നലെ വീട്ടിലില്ല. എന്നിട്ട് ബിലാല് കേറാത്തത്, VC ഇരിക്കണത് കമ്പ്യൂട്ടറിൽ ഇരുന്നുകൊണ്ടാണ് VC ഇരിക്കണെന്നൊക്കെ പറഞ്ഞാണ്ട് കുറെ പേര് ഇതേപോലെ ഇതാക്കി. 27 ആൾക്കാരുണ്ടായിരുന്നു ഇന്നലെ പ്രാക്ടീസിന്. 9:21. ഇതൊക്കെ ഹോസ്റ്റേജ് നടക്കുന്നതിന് മുമ്പുള്ള സമയമാ, മനസ്സിലായി? ഇതൊക്കെ ഹോസ്റ്റേജ് നടക്കുന്നതിന് തൊട്ട് മുമ്പുള്ളതാ. പിന്നെ നമ്മൾ ഉസ്മാനെ മാത്രം മനഃപൂർവ്വം അവിടെ ഹോസ്റ്റേജ് ആയാണ്ട് പറഞ്ഞയച്ചു എന്ന് പറഞ്ഞു. നമ്മൾ ഉസ്മാനോട് അങ്ങോട്ട് പോകാൻ പറഞ്ഞിട്ടില്ല. സെർവർ സൈഡിൽ നിന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, കഴിഞ്ഞ പ്രാവശ്യം ടോക്കിയോനായിട്ട് ഇതേമാതിരി മറ്റേ എന്തിനാ കുട്ടിന്റെ പേരടാ, ആ പെൺകുട്ടിന്റെ പേരുണ്ടായിരുന്നു. ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നല്ലോ, OC ആയിട്ടൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. നമ്മളെ സൈഡ് നമ്മളവിടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാ ഇത് കംപ്ലീറ്റ്ലി. ഇത് KVAക്കോ അല്ലെങ്കിൽ KV ഓഡിയൻസിന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടല്ല, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞത്. സിയ, ഓക്കെ, അതെ. സിയ ഇതേപോലെ ഒരു ദിവസം അവൈലബിൾ അല്ലാതെ നിന്ന സമയത്ത് ഓൾക്ക് ഇഷ്ടമുള്ള ഒരു മെമ്പറിനെയാണ് അവിടുന്ന് ഹോസ്റ്റേജ് ആക്കിയാണ് കിടത്തുന്നത്. അല്ലാതെ ഞങ്ങൾ പറഞ്ഞതല്ല, ഇന്ന മെമ്പറിനെ ഞങ്ങൾക്ക് ഹോസ്റ്റേജിന് ട്രേഡ് ആയാണ്ട് ഞങ്ങൾ പറഞ്ഞതല്ല. അതേപോലെ ഇന്നലെ വന്നാണ്ട് ഇവിടുന്ന് അഡ്മിൻസ് പറഞ്ഞു ഈ പറഞ്ഞ പോലെ ബിലാലിനെ വേണമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു ബിലാൽ ഇന്നലെ പാർട്ടി പരിപാടിയും പിന്നെ അതേപോലെ ഓൻ്റെ ഫാമിലിയിൽ ഒരു ഫംഗ്ഷൻ ഒക്കെ ഉണ്ടായതുകൊണ്ട് പുറത്തായിരുന്നു, ഓനെ അവൈലബിൾ അല്ല എന്ന് പറഞ്ഞപ്പോൾ എന്നാൽ വേറൊരു പ്ലെയറിനെ വേണമെന്ന് പറഞ്ഞു. ആ പ്ലെയറിനെ ചോദിച്ച സമയത്ത് ഇതേപോലെ അവിടെ ഷിബു പറഞ്ഞു ഞാൻ പോയിക്കോളാം, മാലിക് പറഞ്ഞു ഞാൻ പോയിക്കോളാം, ഉസ്മാൻ പറഞ്ഞു ഞാൻ പോയിക്കോളാം, എല്ലാവർക്കും പോവാൻ റെഡിയാ. അപ്പൊ പിന്നെ ലാസ്റ്റ് പറഞ്ഞ ഉസ്മാൻ ഓൻ അത്രയും വാശി പിടിച്ചോണ്ട് ഉസ്മാൻ ചോദിച്ച് മേടിച്ചു പോയതാണ് അത് സാധനം, ഉസ്മാനായിട്ട് പോയതാ, മനസ്സിലായില്ലേ? അല്ലാതെ ഞമ്മള് പറഞ്ഞ വെച്ചാലല്ല. പിന്നെ ഇന്നലെ ഒന്നാമത് ഓന്റെ ബർത്ത്ഡേ ഒന്നും അല്ല, അതൊക്കെ പല റീസൺസാ. ഇത് എന്താ പറയാ, അത് പറഞ്ഞാലും ചിലപ്പോൾ വിശ്വസിക്കൂല. ഇനി TGന്റെ സിറ്റുവേഷൻ ഇന്ന് നമ്മൾ കണ്ടിന്യൂ ചെയ്യണം എന്ന് പറഞ്ഞാണ്ട് സിറ്റി എത്ര മണിക്കാ സേഫ് സോൺ ആക്കിയെന്ന് അറിയില്ല. സേഫ് സോൺ ആക്കിയ ഒരു നെക്സ്റ്റ് 15 മിനിറ്റ്സിന്റെ ഉള്ളിൽ ഞാൻ ചെന്നാണ്ട് ഇവരോട് പറഞ്ഞതാ, അഡ്മിൻസിനോട് ഞാൻ പറഞ്ഞതാണ് ഞങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യണം. അതിൻ്റെയൊക്കെ സ്ക്രീൻഷോട്ടിൻ്റെ ഉണ്ട്. ഇനി നമ്മളത് നുണ പറയണമെന്ന് പറയണ്ട, നമുക്ക് കണ്ടിന്യൂ ചെയ്യണം എന്ന് അവരോട് പറഞ്ഞതാ. പക്ഷെ അവര് അപ്പോത്തിന് 15 മിനിറ്റ് കൊണ്ട് കുറെ പ്ലേയേഴ്സ് പുറത്തു പോയി എന്നാണ് അവർ പറയുന്നത്. ഞങ്ങൾ 3 പ്രാവശ്യം ഇന്ന് VC ചെന്നാണ്ട് ഞങ്ങൾക്ക് ഇന്ന് തന്നെ കണ്ടിന്യൂ ചെയ്യണം, ഞങ്ങൾക്ക് നാളെ കൺസീൻമെന്റ് ആണ്, ഞങ്ങൾക്ക് പറ്റൂല, മറ്റന്നാ ചിലപ്പോൾ മറ്റേ ഈ ഗ്യാങ് ഇൻവിറ്റേഷൻ RP ചെയ്യാണ്ട് ഞങ്ങൾക്ക് ചെയ്യണം. അത് കഴിഞ്ഞാൽ പിന്നെ ഗ്യാങ് ഹൗസ് റിവീലിംഗ് ആയിരിക്കും. അപ്പൊ ഞങ്ങൾക്ക് പിന്നെ ഇനി വരുന്ന ഒരു 2-3 ദിവസത്തിനൊന്നും ഞങ്ങൾക്ക് ചിലപ്പോൾ പറ്റൂല എന്ന് പറഞ്ഞപ്പം അവര് ആളില്ല എന്നാണ് പറഞ്ഞത്, മനസ്സിലായോ? ഇനി ഞങ്ങള് പ്രാക്ടീസ് പറഞ്ഞാണ്ട് നുണ പറയാണ് അല്ലെങ്കിൽ അതാണ് ഇതാണ് എന്ന് പറഞ്ഞാണ്ട് കുറെ ആൾക്കാര് മെസ്സേജ് ഉണ്ട്, DMs. മറ്റേ ഈ കട്ട്സ് ഇറക്കണ കുറെ യൂട്യൂബേഴ്സ് ഉണ്ട്, മനസ്സിലായോ? ഇത് കട്ട് ചെയ്ത് കണ്ട് റീപോസ്റ്റ് ചെയ്യണ കുറെ ആൾക്കാരുണ്ട്. MRG പേടിച്ചോടി, KVAയുടെ ഹോസ്റ്റേജ് കണ്ടിട്ട് MRG പേടിച്ചോടി, ഹോസ്റ്റേജ് എടുത്തിട്ടും MRG ഒന്നും മിണ്ടിയില്ല, MRG അങ്ങോട്ട് ഇങ്ങോട്ട് എന്നൊക്കെ പറഞ്ഞാണ്ട് കുറെ ഭയങ്കര
എന്താ പറയാ മാസമായിങ്ങാണ്ട് ഇറക്കും, മനസ്സിലായോ? നമ്മൾ പേടിച്ചിട്ടാണ് കേറാത്തത്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞാണ്ട്. എടാ ഇവന്മാർക്കൊന്നും വേറെ പണിയൊന്നുമില്ല. എന്താണ് സിറ്റുവേഷൻ അല്ലെങ്കിൽ എന്താ കാര്യങ്ങളൊന്നും അറിയണ്ട. നമ്മൾ കയറണോ വേണ്ടേ എന്നുള്ളത് നമ്മൾ ചോദിച്ചാ. ഇന്നലെ ഓൾക്ക് ഹോസ്റ്റേജ് സിറ്റുവേഷൻ കണ്ടിന്യൂ ഉണ്ടായതുകൊണ്ട് തന്നെ ഒരു മെമ്പറിന് കൊടുക്കേണ്ട ആവശ്യമേ അവിടെ ഉള്ളൂ. ആ ഒരു മെമ്പറിന് കൊടുത്ത് മാലിക്കിനെ കൊണ്ട് സിനിമാറ്റിക്സ് ചെയ്യിപ്പിക്കാൻ വേണ്ടിങ്ങാണ്ട് നിർത്തിയിട്ട് ബാക്കിയുള്ള എല്ലാവരും ഈ പറഞ്ഞ മാതിരി ഇതിന് കയറി പ്രാക്ടീസിന്. ഇതൊന്നും ഞമ്മക്ക് ആരും ബോധിപ്പിക്കേണ്ട ആവശ്യം ഉണ്ടായിട്ടില്ല. പക്ഷെ നിങ്ങൾ കുറച്ച് ആൾക്കാർക്ക് മനസ്സിലാവണം. കാരണം ഇതെന്താ അറിയോ, എനിക്കിത് ഓലോട് ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. കാരണം സെർവർ സൈഡിൽ ബോധിപ്പിച്ചോട് കൂടി തന്നെ നമ്മളെ പ്രശ്നം തീർന്നുകയാണ്. കാരണം അതിന് വേറെ FRPസോ അല്ലാന്നുണ്ടെങ്കിൽ അതിന് FRPസും കാര്യങ്ങളും സസ്പെൻഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വരും. പക്ഷെ അതില്ലല്ലോ. ഇല്ലാത്ത എന്തുകൊണ്ടാ? ഓൾക്ക് പ്രോപ്പറായിട്ട് മനസ്സിലായതുകൊണ്ടാ. പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിട്ടാ പറയണത്. ഇത് നോക്കിക്കോ, ഇത് കണ്ടോ, ഇത് ഞങ്ങൾ പർച്ചേസ് ചെയ്ത നമ്മളെ സെർവറാ. ഇത് ഞങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ഉണ്ടാക്കിയ ഞങ്ങളെ സെർവറാ, മനസ്സിലായോ? ഇത് ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യണില്ല. ഇതിപ്പോ ഇന്നലെ വാങ്ങിയതാണ് എന്നൊന്നല്ല, ഇത് കഴിഞ്ഞ കുറച്ച് നാളായിട്ട് നമ്മളെ കയ്യിലുള്ള ഒരു മാപ്പ്. അതാ ഇത് ഇന്നലെ വാർ മാപ്പിലാണ് ലാസ്റ്റ് ഇറങ്ങിയ പോലും. ഇത് ഞങ്ങൾ ഇന്നലെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞ് നിർത്തിയതാ. ഇവിടുത്തെ ബ്രാവോ ഞാനാണ്, ഇവിടുത്തെ ആടുബ്രോ ഞാനാണ്, എല്ലാം ഞാനാണ്, മനസ്സിലായ? ഇത് ഞങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയാണ്ട് റോക്ക് സൂട്ട് ഉള്ള ഞങ്ങളെ സ്വന്തം സെർവറാ, മനസ്സിലായ? അതുകൊണ്ട് ഞങ്ങൾക്ക് ആരും ബോധിപ്പിക്കേണ്ട ആവശ്യം ഉണ്ടായിട്ടൊന്നല്ല. പക്ഷെ നിങ്ങൾ കുറച്ച് ആൾക്കാർ തോന്നുന്നുണ്ടാവും എന്തുകൊണ്ട് ഞങ്ങൾ കയറിയില്ല അല്ലെങ്കിൽ ഞങ്ങൾ എന്തുകൊണ്ട് വന്നില്ല എന്നുള്ളത്. ഞങ്ങൾക്ക് ഇവിടെ ഈ പറഞ്ഞ പോലെ ഞങ്ങളെ കോർഡിനേഷൻ ഇതൊക്കെ സെറ്റാക്കാൻ വേണ്ടി കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് നമ്മൾ പ്രാക്ടീസിങ്ങിലാ, മനസ്സിലായ? അപ്പോ ഈ ഹോസ്റ്റേജ് ഓൾക്ക് കണ്ടിന്യൂ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഓൾക്ക് വേണ്ട ആ ഒരു ഹോസ്റ്റേജ് ഉസ്മാനായിരുന്നു. ഉസ്മാൻ ഓൾറെഡി ഇന്നലെ ലൈവ്, ഉസ്മാന്റെ ലൈവ് കണ്ടോൾക്ക് അറിയാം. ഉസ്മാന്റെ ലൈവിൽ വന്നാണ് ഞാൻ ചോദിക്കണ്ട, എടാ നീ ലിസ്റ്റിൽ ഉണ്ടോ എന്നുള്ളത്. അത് ഈ ലിസ്റ്റാ, ഓന്റെ പേര് ആ ലിസ്റ്റിലില്ല. കുറച്ച് നേരത്തെ മുമ്പുള്ള നോക്കി നോക്ക്, ഓന്റെ ലിസ്റ്റില്ല, ഓന്റെ പേരില്ല ആ ലിസ്റ്റിൽ, മനസ്സിലായോ? അതുകൊണ്ട് തന്നെ ഓനെ ഹോസ്റ്റേജ് ആക്കി കൊടുത്തത് അതുകൊണ്ടാ. ഓൻ പോവാന്ന് പറഞ്ഞതുകൊണ്ട് എന്നാ നീ തന്നെ പൊയ്ക്കോ എന്നുള്ളത്. മാലിക് പറഞ്ഞതാ ഓൻ പോവാന്നുള്ളത്. പക്ഷെ ഞാനാ പറഞ്ഞത് വേണ്ട, നീ സിനിമാറ്റിക്സ് കംപ്ലീറ്റ് ചെയ്യും, പിന്നെ നീ പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും ശരിയല്ല. കാരണം KV എന്ന് കൊണ്ടുവന്നൊരു പ്ലെയറിനെ തിരിച്ച് അവിടേക്ക് തന്നെ ഹോസ്റ്റേജ് ആക്കി കണ്ട് വിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊട്ടും ഫെയർ അല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ചെയ്യാഞ്ഞത്, മനസ്സിലായോ? ഇതൊക്കെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാനുണ്ടായതുകൊണ്ടാണ് ഒന്നാമത് ലൈവ് വന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ ഇന്നും ലൈവ് വരുന്നില്ല. ഇപ്പോഴും അവിടെ കുറെ പേര് പ്രാക്ടീസിങ്ങിലാ ചെയ്യുന്നത്. ഞമ്മക്ക് ഇമ്പ്രൂവ് ആവാനും ഞമ്മക്ക് കോർഡിനേഷൻ സെറ്റ് ആവാനും സിങ്ക് റെഡി ആവാനൊക്കെ ഞങ്ങൾക്ക് ഒരു ടൈം വേണം, മനസ്സിലായോ? ആ ഒരു സമയം നിങ്ങൾ തരണം. അതിന്റെ ഉള്ളില് ചിലപ്പം ഇനി ഇപ്പൊ മെയിൻ തിങ് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ ഗോഡ് വന്നാണ്, പിന്നെ അതേപോലെ പപ്പടം, ഫ്ലഫി, പിന്നെ ഇവരൊക്കെ ജോഷോ, നിങ്ങൾ ഒരുപാട് പേർക്ക് ഓവർ ഹൈ എക്സ്പെക്ടേഷൻസ് ഉണ്ട് ഇവരെ കാര്യത്തില്, മനസ്സിലായോ? പക്ഷെ ഈ ഒരു എക്സ്പെക്ടേഷൻസ് വെച്ചിട്ട് നാളെ മുതൽ എടുക്കുന്ന എല്ലാ വാറും പ്രീ വാറും ജയിക്കും എന്നുള്ളതല്ല. അവരവരുടേതായ കുറെ കാര്യങ്ങൾ ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യാൻ നോക്കുന്നുണ്ട്, ഓലതായ കുറെ സ്ട്രാറ്റജി. അത് രാജുഭായും കുറുപ്പും ഒക്കെ കോർഡിനേറ്റ് ചെയ്താണ്ട് ഓല് തമ്മിൽ അത് സെറ്റ് ആക്കുന്നുണ്ട്. അതിനൊരു വലിയൊരു റിസൾട്ട് നമുക്ക് കിട്ടും, പക്ഷെ അതിന് ടൈം എടുക്കും, മനസ്സിലായോ? അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് ആ ഒരു സാധനം റെഡി ആക്കി എടുക്കോളം നിങ്ങള് ഒരു എന്താ പറയാ ഒന്ന് ഒതുങ്ങ് ചാറ്റ്, മനസ്സിലായോ? നിങ്ങൾ ഈ ഗ്രൂപ്പിൽ അപ്പോത്തിന് പോയാണ്ട് അലമ്പാക്കലും അഡ്മിൻസിന് തലവേദനയും കൊടുത്തിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല. പിന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാ, ഈ ഗ്രൂപ്പിൽ ഈ പറയുന്ന TV8 ഇത്രയും TV8ഉം KV8ഉം ഒക്കെ ഇപ്പം നല്ല ടേംസിലല്ല പോണെന്നുള്ളത് അറിയാം. എന്നാൽ പോലും ഈ OC ഇരുന്ന് പറയുന്ന പരിപാടിയൊക്കെ നിർത്ത്. കാരണം കൺട്രോൾ ചെയ്യണതിനൊക്കെ ഒരു ലിമിറ്റേഷൻസ് ഉണ്ട്. 6000 മെമ്പേഴ്സ് ഉണ്ട്. ഇതെന്താ കുറെ എണ്ണത്തിനെ കൺട്രോൾ ചെയ്യാൻ കഴിയണില്ല എന്നാണ് അഡ്മിൻസ് പറയുന്നത്. ഞാൻ നിരന്തരം പറയുന്നുണ്ട് അവിടെ ചെന്ന് കണ്ട് ഇത് ചെയ്യല്ലേ, അത് നോക്ക്, പ്രോപ്പറായിട്ട് നോക്ക്. ഞാൻ കാണിച്ചു തരാണെന്നുണ്ടെങ്കിൽ ഗ്രൂപ്പ് ഷുഡ് ബി മോണിറ്റർ എവറി ഡേ എന്ന് പറഞ്ഞിട്ട് ഞാൻ എപ്പോഴും ഗ്രൂപ്പിൽ മെസ്സേജ് ഇടും. അല്ലാതെ ഞാൻ ഇപ്പൊ ആ ഗ്രൂപ്പിൽ വന്നിട്ട് എനിക്ക് എല്ലാവരോടും വോയിസ് ഇടാൻ പറയാൻ പറ്റൂല. ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം, നമ്മളെ ഗ്രൂപ്പുകളിലൊക്കെ സ്പൈ ആയിരിക്കണത്. അപ്പൊ നിങ്ങൾ ഈ പറയുന്ന ഓരോ വോയിസും നാളെ അവിടെ ഇരുന്നാണ്ട് ബാക്കിയുള്ളവർക്ക് സത്യം പറഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ചോ, നമ്മളെ MRCനെ പറയാൻ അവർക്ക് ഈ പറയുന്ന ഈ ഇനീഷ്യൽ ഡൗൺ ആവാനും അല്ലെങ്കിൽ ഇങ്ങനത്തെ എന്തെങ്കിലും ഡൗൺ ആവുന്ന സംഭവങ്ങൾ വെച്ച് മാത്രമേ ഓല് നമ്മളെ മോക്ക് ചെയ്യണുള്ളൂ. ബാക്കിയുള്ള മോക്കിങ്സ് ഫുള്ള് ഈ ഓഡിയൻസ് നമ്മൾ ഗ്രൂപ്പുകളിൽ എന്തൊക്കെയാണോ പറയണത് അതിനെ വെച്ചാണ്ട് അവർ കളിയാക്കണത്. മറ്റേ ചെക്കനുണ്ടല്ലോ, എന്താ പറയാ,
ടി വിനെ അടിക്കണം, ഇത് ഷെയ്ക്കിന് ആരെങ്കിലും ഒന്ന് അയച്ചു കൊടുക്കുന്ന അറിയണേ. ആ സാധനം വെച്ചുകൊണ്ടാണ് മെയിൻ സാധനം ഒന്ന് പറയാനുള്ളത്. പിന്നെ അതേപോലെ നമ്മൾ ഗ്രൂപ്പുകളിലൊക്കെ പറയണ എന്തെങ്കിലും ഒരു വോയിസ്, ഇപ്പം കൈലിനോക്ക് പുള്ളി ഭയങ്കര ഒരു വെൽവിഷർ ആയിരുന്നു നമ്മളെ. പുള്ളി അതൊരു സർക്കാസ്റ്റിക് ആയിട്ട് അഥവാ ഒരു ഫൺ പോലെ നമ്മളെ മെമ്പേഴ്സിന്റെ ഇടയിൽ, നമ്മളെ ഗ്രൂപ്പുകള്, നമ്മളെ പബ്ലിക് ഗ്രൂപ്പ് ആണെങ്കിൽ പോലും നമ്മളെ ഇടയിൽ മാത്രം പറഞ്ഞൊരു സാധനം അവിടെ എത്തി. അതൊരിക്കലും പുള്ളി അത് പറഞ്ഞെന്ന് എഴുതിയിട്ട് അവർ 50,000 തരാം 60,000 തരാം, അതൊന്നും ഒരു റിയലി ടി വിനെ അല്ലെങ്കിൽ കെ വിനെ ഓലെ ആർപ്പി ചെയ്യാൻ വിടരുത്, ഓലെ ടോർച്ചർ ചെയ്യണമെന്നും പുള്ളി അത് ഇന്റൻഷനലി അല്ലെങ്കിൽ പുള്ളി അത് ചെയ്യാൻ വേണ്ടി പൈസ കൊടുക്കണം എന്നൊരു ഇന്റൻഷനിൽ പറഞ്ഞതല്ല, അതൊരു സർക്കാസ്റ്റിക് ആയിട്ട് പറഞ്ഞ സംഭവം. പക്ഷെ അത് റിയാക്ട് ചെയ്തുകൊണ്ട് അതൊരു വലിയ പ്രശ്നമായി, മനസ്സിലായോ? അപ്പം MRGനെ മോക്കിയത് നമ്മൾ ഈ ഇനീഷ്യൽ ഇതൊക്കെ തോൽക്കണോണ്ടും അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട്, അല്ലാതെ നമ്മൾ ഇതുവരെ ഇരുന്നാണ്ട് കൊണ്ടടിച്ചിട്ടൊന്നുമില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ ഈ നിങ്ങൾ ഈ ഗ്രൂപ്പുകളിൽ പറയുന്ന സാധനത്തിനൊക്കെയാണ് മെയിൻ ആയിട്ട് ഈ പറയുന്ന ഇഷ്യൂസ് വരുന്നത്. കൺവേർട്ടിങ് ആരാടെ പുണ്ടച്ച് വേണം, നിന്റെ തന്തയാണോട് അവിടെ വന്നുകൊണ്ട് കുണ്ണെ കൺവേർട്ട് ചെയ്യണ NTM അശ്വിനെ കുണ്ണെ ഒരു കാര്യം പറയുമ്പോ അത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയില്ലാത്ത അണ്ടിയില്ലാത്തവനെ. Thank you for the 20 Saudi riyal. എല്ലാരും എന്തൊക്കെയാ അസ്യൂം ചെയ്യുന്ന explanation from Emergency delay. This has to be checked from the gang side. Elaram and Tokyo assume chain explanation from MRZ is delayed. This has to be checked from the gang side. Hare Hare. എനിക്കത് അങ്ങനെ പ്രോപ്പറായിട്ട് മനസ്സിലായില്ല എന്താ ഉദ്ദേശിച്ചത് എന്നുള്ളത്. എല്ലാരും എന്തൊക്കെയോ അസ്യൂം ചെയ്യുന്ന explanation from MRZ is delayed. This has to be checked from the gang side. ഞങ്ങള് ഇത് നേരത്തെ എക്സ്പ്ലനേഷൻ കൊടുക്കണമായിരുന്നു എന്നാണ് ഉദ്ദേശിച്ചത്. ഇന്നലെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ലൈവ് ഇട്ടുങ്ങാണ്ട് പറയണമെന്ന് കരുതിയതാ, പിന്നെ എല്ലാവരും പ്രാക്ടീസിലായതുകൊണ്ട് സത്യം പറയാലോ ഞാൻ അല്ലെങ്കിലും ഇന്നലെ ലൈവ് വരണമെന്ന് കരുതിയതാ. സീരിയസ്ലി ഞാൻ ഇന്നലെ ഗ്രൂപ്പിൽ എൻ്റെ മാനേജ്മെന്റ് ഗ്രൂപ്പിൽ ഞാൻ കൊടുത്തതാ ഞാൻ ലൈവ് വരുന്നുള്ളത്. പിന്നെ ഞാനത് മാറ്റിയത് ഇത്ര പേര് ഞാൻ പറയാലോ, ഈ ഇന്നലെ 30 പേരോളം 29 പേരോളം ഇന്നലെ പ്രാക്ടീസിനുണ്ടായിരുന്നു. ഇത്ര പേരൊന്നും ഒരുമിച്ച് കിട്ടലില്ല സാധാരണ പ്രാക്ടീസ് ചെയ്യാൻ. ആ പ്രാക്ടീസിന് അത്ര പേരെ കണ്ടതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ പേരിട്ടത് 27ാമത്തെ പേരെന്തോ ആണ് എൻ്റെത്. അങ്ങനെ പ്രാക്ടീസിന് വരുന്ന ഒരു സമയത്ത് ഞാൻ മാത്രം ലൈവ് ഇടുക ബാക്കിയുള്ളവർ പ്രാക്ടീസ് ചെയ്യാന്ന് പറയുമ്പം അതിന് എനിക്ക് പേഴ്സണലി അതൊരു നല്ല പരിപാടിയായി എനിക്ക് തോന്നിയില്ല. അതുകൊണ്ടാണ് ഞാൻ പോയത്. T47 സ്റ്റോറി അത് വേറെ ഗാങ്സിന്റെ മാറ്റേഴ്സ് അല്ല, നമ്മളത് ഡിസ്കസ് ചെയ്യേണ്ടത്. നമുക്ക് MRG റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഇവിടെ പറയാം, മനസ്സിലായോ? അതുകൊണ്ട് തന്നെ നിങ്ങൾ വെറുതെ എനിക്ക് മെയിൻ തിങ് ഇത് പറയാനുള്ള ഒരു സംഭവം ഇതാ, ഗ്രൂപ്പുകളിൽ ഈ പറഞ്ഞ പോലെ നിങ്ങൾ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വരുമ്പോത്തിന്, ഇന്നിപ്പം TGN ആയിട്ട് ഒരു സിറ്റുവേഷൻ വന്നപ്പോത്തിന് കുറെ പേര് നമ്മൾ ഡ്രോപ്പ് ആക്കിയതാണെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് അറിയാത്തോണ്ടാ നമ്മളിത് എടുക്കാൻ തന്നെ ഒരു സാധനം നമ്മൾ ഡ്രോപ്പ് ചെയ്യണില്ല. ഇന്നലെ പോലും മാലിക്ക് കയറിക്കാണ്ട് KVNോട് പറഞ്ഞു നാളെ സിറ്റുവേഷൻ കണ്ടിന്യൂ ചെയ്യാന്ന് പറയുന്നുണ്ടല്ലോ. നിങ്ങൾ ആ ക്ലിപ്പ് കുറെ പേര് കാണാത്തോണ്ടായിരിക്കും വേണമെങ്കിൽ. മാലിക്ക് ഫോൺ വിളിച്ചിട്ട് കാസ്ട്രോനോട് പറയുന്നുണ്ട് നാളെ നമ്മൾ സിറ്റുവേഷൻ കണ്ടിന്യൂ ചെയ്യാ 11:30 നമുക്ക് കണ്ടിന്യൂ ചെയ്യാന്ന് പറഞ്ഞു. പക്ഷെ 7 ആൾക്കാരില്ലാത്തതുകൊണ്ട് ആ സിറ്റുവേഷൻ കണ്ടിന്യൂ ചെയ്യാൻ പറ്റൂല പോലും. 7 members റൂൾ എന്തോ ഉണ്ട്, ഒരു സിറ്റുവേഷൻ കണ്ടിന്യൂ ചെയ്യണമെന്ന് പറയണമെന്നുണ്ടെങ്കിൽ സെർവറിൽ അങ്ങനെ ഉണ്ട്. അത് നമുക്ക് അറിയില്ലായിരുന്നു. സീരിയസ്ലി നമുക്ക് അത് അറിയില്ലായിരുന്നു. അത് അറിയുന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്നലെ തന്നെ 7 ആൾക്കാരെ വിളിച്ച് കയറ്റിക്കാണ്ട് നമ്മൾ ആ സിറ്റുവേഷൻ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയാണ് പറയരുത്. സൈഡോ മനസ്സിലായില്ല. എന്തായാലും സിറ്റി കയറാ, ഇത് ഇങ്ങക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരണം എന്നുള്ള ഒരു ഇതുണ്ടായതുകൊണ്ട് വന്നതാണ്. എനിവേ സിറ്റി കയറാം, നമുക്ക് കുറച്ചേരം RP ചെയ്യാം. ഞാനൊരു 12 മണിയാകുമ്പോഴത്തേന് പോകും ചാറ്റ്. പിന്നെ ഇതാക്കരുത്, നാളെ തൊട്ട് ഞാൻ കിക്കിലായിരിക്കും ഉണ്ടാവുക.